ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് സർപ്രൈസ് ആണല്ലേ. സി അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ് കേട്ടോ. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എവിടെയാണ് സ്ഥലം, പക്ഷേ അതൊരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഹോളിഡേയിലാണ് കേട്ടോ പോയത്. അപ്പം ഞാനിങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അപ്പാലു ആണെങ്കിൽ എല്ലാവരോടും ഇങ്ങനെ റിസപ്ഷനിൽ ഫില്ല് ചെയ്തിട്ടു. അപ്പം ഞങ്ങൾ ബുദ്ധേനെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ജ്യൂസ് കണ്ടു, പക്ഷെ അത് തണുപ്പുള്ളതാണ്. അപ്പം എനിക്ക് കഴിക്കാൻ പാടില്ല തണുപ്പ്. സോ ഞാൻ അവിടെ റിസപ്ഷനിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ സ്റ്റെപ്സിൽ നിന്ന് ക്ലൈംബ് ചെയ്ത് പോയിട്ടു. അപ്പം ഞാൻ സ്റ്റെപ്സ് കണ്ടു, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റെപ്സ്. പിന്നെ ഞാൻ ഡാഡി അവിടെ ഇരുന്ന് റിസപ്ഷനിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ അമ്മയും കൂടി റിസപ്ഷനിൽ ഡ്രസ്സ് നോക്കാനായിട്ട് പോയി. പക്ഷെ ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചില്ല കേട്ടോ. ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ കീ കിട്ടാനായിട്ട് അവിടെ ഒരു സോഫയിൽ ചെന്നിട്ടോ. അപ്പോൾ ഞാൻ സോഫയിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ കളിച്ചു കേട്ടോ. ഞങ്ങൾ കളിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഫോട്ടോസ് എടുത്തു. എൻ്റെ അമ്മ എടുത്തതാണ് ഈ ഫോട്ടോസ്. പിന്നെ ഞങ്ങളിങ്ങനെ ലാസ്റ്റായി ഞങ്ങളിങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ 9th ക്ലിക്ക് ചെയ്താത്തതുകൊണ്ട് ഞങ്ങൾ 9th ഫ്ലോറിൽ കയറാനായിട്ട് കീ ടാപ്പ് ചെയ്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കീ ടാപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ടേക്ക് പോയിട്ടാ. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ടേക്ക് പോയിട്ട് ഇപ്പോഴാണ് എൻ്റെ പാരൻസൊക്കെ മനസ്സിലാക്കിയത് ഇത് ഈ 9th ഫ്ലോർ വലിയ ഫ്ലോറാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഞാൻ ബെഡ്റൂമിലൊക്കെ പോയി എക്സ്പ്ലോറും ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലം. എന്നിട്ട് ഞാൻ ടബുണ്ടോ എന്ന് നോക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ എവിടെയും ടബെന്ന് നോക്കി കേട്ടോ. എനിക്ക് കാണാൻ പറ്റില്ല എവിടെയും ടബെന്ന്. അപ്പോൾ ആ കർട്ടൻ്റെ ഉള്ളിൽ പോയപ്പോഴാണ് ടബ് കണ്ടത്. അപ്പോൾ ഞാൻ ടബിൻ്റെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നു കേട്ടോ. വെറുതെ കിടന്നതാണ് കേട്ടോ ടബിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ കാഴ്ചയൊക്കെ കാണാൻ പോയിട്ടു. പിന്നെ ഞങ്ങൾ ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ നാഷണൽ ഹൈവേ ഒക്കെ കണ്ടു അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ സോഫയിലിരുന്ന് എക്സ്പ്ലോറും ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ സ്വിമ്മിങ് പൂള്. ഞാൻ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയപ്പോഴത്തേക്കും സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ മറന്നു പോയിട്ടു സ്വിമ്മിങ് പൂളിൽ ക്യാപ്പൊക്കെ ഇടണമെന്ന്. അപ്പോൾ ഞങ്ങൾ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എങ്ങനെ സ്വിം ചെയ്തു ഗോഗിൾസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ സ്വിം ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ കാലടിച്ചടിച്ച് സ്വിമ്മിങ് ചെയ്തു. അപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ സ്വിമ്മിങ്. ഐ നോ സ്വിമ്മിങ് ലിറ്റിൽ ബിറ്റ്. സോ ഞാൻ അവിടെ ഇരുന്ന് സ്വിമ്മിങ് ചെയ്തിട്ട് എനിക്ക് ഹോളിഡേൻ്റെ സ്വിമ്മിങ് പൂൾ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അവർ സ്വിമ്മിങ് ചെയ്യാനായിട്ട് റൗണ്ട് സാധനങ്ങളൊക്കെ തന്ന്. പിന്നെ ഞാൻ ഇരുന്ന് ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ സ്വിമ്മിങ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. പിന്നെ എനിക്ക് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബർഗർ ഓർഡർ ചെയ്തേ. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ
ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡാൻസ് കളിക്കണമായിരുന്നു. പിന്നെ ഞാൻ നൈറ്റ് ആയപ്പോഴത്തേക്കും ഒരു കിഡ്സ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. ആ കിഡ്സ് ഏരിയയിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഹൂലാ ഹൂപ്പ് കണ്ടേ. അപ്പം ഞാൻ ഹൂലാ ഹൂപ്പിങ് ചെയ്തേ. പിന്നെ ഞാൻ മോർണിംഗ് ആയപ്പോഴത്തേക്കും നൈറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്വിമ്മിങ് പൂളിൽ ഒന്ന് കറങ്ങിയടിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാനിങ്ങനെ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് അവിടെ ചെന്ന് പിന്നെ ഞാൻ വാട്ടറിൽ ടച്ച് ചെയ്തിട്ട് ഡ്രോപ്പ് സ്റ്റിക്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്ക് ആക്ച്വലി ഡ്രോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞൂട കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് റാമനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ റാമൻ കഴിച്ചപ്പോൾ ഇറ്റ് വാസ് ഡെലിഷ്യസ്. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും നൈറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ബെഡ്റൂമിൽ പോയിട്ട് പല്ല് ബ്രഷ് ചെയ്തു. പല്ല് ബ്രഷ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിച്ചത് പാൻ കേക്കും വാട്ടർമെലനും പിന്നെ പാൻ കേക്കും വാട്ടർമെലനൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ഹെയ്ത്തി സിനിമ കണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റെപ്സ് കയറി പോയപ്പോൾ ഞങ്ങൾ പോയ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഐ വോണ്ട് ടു സ്വിം. സോ ഞാൻ സ്വിം ചെയ്യാൻ പോയിട്ട് അപ്പാലും കൂടി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ അപ്പാലു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞാൻ അപ്പാലിൻ്റെ കൂടെ ന്യൂസ് പേപ്പർ വായിച്ചു. ഇങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇങ്ങനെ വായിച്ചിട്ടേയിരുന്നു. ന്യൂസ് പേപ്പർ പല ന്യൂസസും അപ്പാലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ സ്വിമ്മിങ് പൂളിൽ ചെന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് മെർമെയ്ഡിൻ്റെ പോസൊക്കെ ഇട്ട് ഫോട്ടോസ് എടുത്ത് പിന്നെ ഞങ്ങൾ സ്വിമ്മിങ് പൂളിൽ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുവാനിട്ട് എനിക്ക് ഹോളിഡേയിൽ താമസിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.